നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ഭരണാനുകൂല സംഘടനകളും സമരരംഗത്ത്. പാലക്കാട്ട് KSTA, AKSTU സംഘടനകളുടെ മാർച്ചും ധർണയും. പൊതുവിദ്യാഭ്യാസ രംഗം ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രണ്ടാം പിണറായി സർക്കാരെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്ന ഇടതുവിരുദ്ധ സംഘടനകളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ആസൂത്രിതമായ കുപ്രചരണം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെന്നും EN സുരേഷ് ബാബു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവിറക്കുകയും നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയുടെ ശാപമായി മാറിയെന്ന് AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PM ആശിഷ് മാസ്റ്റർ. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമം. ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് CRM ഗോസായിക്കുന്ന് സ്വദേശി ഷാനവാസ് ഷംസുദ്ദീൻ. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മുട്ടബജിയിൽ ജീവനുള്ള പുഴു. നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ നിലയിലെന്ന് നാട്ടുകാർ. നഗരസഭയോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആക്ഷേപം. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമെന്ന പ്രചരണവുമായി നാട്ടിൽ വേരുറപ്പിച്ച പല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും കൊള്ളസംഘങ്ങളായി മാറിയെന്ന ജനകീയ ജനാധിപത്യ മുന്നണി. ഇത്തരം സ്ഥാപനങ്ങളുടെ പീഡനത്തിൽ മനം നൊന്ത് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 20-ലേറെ പേർ. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ലോക നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രണ്ടാം പിണറായി സർക്കാരെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇടതുവിരുദ്ധ സംഘടനകളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കുപ്രചരണങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും പാലക്കാട്ട് KSTA സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യവേ EN സുരേഷ് ബാബു പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് ശേഷമായിരുന്നു ധർണ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങി 40ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ലോക നിലവാരത്തിലെത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രണ്ടാം പിണറായി സർക്കാരെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഇടതുവിരുദ്ധ സംഘടനകളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കുപ്രചരണങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന കുപ്രചരണമാണ് വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ചെലവഴിച്ച തുകയേക്കാൾ രണ്ടാം പിണറായി സർക്കാർ 3 വർഷത്തിനിടെ ചിലവഴിച്ചു കഴിഞ്ഞെന്നും സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി. അന്താരാഷ്ട്ര നിലവാരം പഠനരംഗത്തുണ്ടാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെന്റ് നല്ലതുപോലെ പ്രവർത്തിച്ചു. രണ്ടാം പിണറായി ഗവൺമെന്റ് അത്രയൊന്നും പോരാ എന്നതാണ് ഒരു പ്രചാരം. അത് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഒന്നാം ഗവൺമെന്റ് നല്ലതും രണ്ടാം ഗവൺമെന്റ് മോശവും എന്നതാണ് പ്രചാരം. നിങ്ങൾ നോക്കണം, ഒന്നാമത്തെ ഗവൺമെന്റ് 1,20,000 കോടി രൂപ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിർവഹിച്ചപ്പോൾ ഈ കേരളത്തിൽ 3 വർഷക്കാലം കൊണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് 1,60,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നിർവഹിച്ചു വരുന്നത്. KSTA ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MR മഹേഷ് കുമാർ, A നജീബ്, K പ്രഭാകരൻ, K പ്രസാദ്, L ഉമാമഹേശ്വരി, M ഗീത, G പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവുകൾ ഇറക്കുകയും നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശാപമായി മാറിയെന്ന് AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PM ആശിഷ് മാസ്റ്റർ. വിദ്യാഭ്യാസ മേഖലയിലെയും അധ്യാപകരുടെയും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ AKSTU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ശാക്തീകരണ നിലപാടുകളെ തകിടം മറിക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥ ലോബികൾ പെരുമാറുന്നതെന്നും ഡോക്ടർ PM ആശിഷ് മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. സർക്കാർ നയത്തിന് വിരുദ്ധമായി ചില എയ്ഡഡ് മാനേജ്മെൻറ്റുകളെ പ്രീതിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ചേതോവികാരം എന്താണെന്ന്
തിരിച്ചറിയാനും അത് അവസാനിപ്പിക്കാനും AKSTU പ്രതിജ്ഞാബദ്ധമാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് ഇടതു വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് യൂണിയൻ പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് അവര് പറയുന്നത്? ഇത്തരം രൂപത്തിലാണ് ഗവൺമെന്റിന്റെ പോക്ക് എങ്കിൽ, ഇത്തരം നയപരിപാടികളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതാ നമുക്കിനിയും അവസരമുണ്ട്. അണയുടെ സ്ഥാപനങ്ങൾക്ക്, കുട്ടികളെ കഴുത്തിന് പിടിച്ച് പിഴിഞ്ഞ് പണം മേടിച്ച് പഠിപ്പിക്കുന്ന അണയുടെ സ്ഥാപനങ്ങൾക്ക് ഇനിയും ഇവിടെ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം അവർ ഉറപ്പിച്ചുകൊണ്ടത് അവരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് C. രണദിവെ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. സതീഷ് മോഹൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് PK മാത്യു, പെൻഷൻ കൗൺസിൽ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി MN പ്രജിത, AKSTU സംസ്ഥാന സെക്രട്ടറി MN വിനോദ്, ഭാരവാഹികളായ N. ഉണ്ണികൃഷ്ണപിള്ള, S. ജ്യോതി, K. സുരേന്ദ്രൻ, ലിൻഡോ വേങ്ങശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. ചിയാരം ഗോസായിക്കുന്ന് സ്വദേശി ഷാനവാസ് ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ പറപ്പൂരിൽ നിന്ന് ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ വിളിച്ച് മുല്ലശ്ശേരിയിലുള്ള വീട്ടിലേക്ക് വരികയായിരുന്ന ആൺകുട്ടിയെയാണ് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പരാതി ലഭിച്ചതോടെ തൃശൂർ റെയിൽവേ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പാവറട്ടി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോക്സോ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതി ചിയാരം ഗോസായിക്കുന്ന് സ്വദേശി ഷാനവാസ് ഷംസുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മുട്ടബജിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ടബജിയിലാണ് പുഴുവിനെ കണ്ടത്. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടെയാണ് പുഴുവിനെ കണ്ടത്. കഴിഞ്ഞ രാത്രിയോടെയാണ് 10 മുട്ടബജികൾ വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. കുടുംബാംഗങ്ങളിലെ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു. തുടർന്ന് രാകേഷിൻ്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത്. ഇന്നലെയാണ് വൈകിട്ടാണ് ചേട്ടത് കൊണ്ടുവരണത് മുട്ടബജി. അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാനാണ് അപ്പോൾ അങ്ങനെ ഉമ്മർത്തിരുന്നിട്ട് ചേട്ടയ്ക്ക് കൊണ്ടു വന്നപ്പോൾ ഊണൊക്കെ കഴിച്ചാലും വേണോ വേണ്ട വെച്ചിട്ടിരുന്നത്. അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ജസ്റ്റ് എന്താക്കി ആ മാവിൻ്റെ ഒരു ഇതില്ല അതിങ്ങനെ പൊളിച്ചിങ്ങനെ നോക്കിയ വഴിക്ക് കണ്ടത് പുഴുവിനെയാണ്. അതും ജീവനുണ്ടായിരുന്നു. വെച്ചാൽ കെടുന്ന് ഇങ്ങനെ ഇതാവുമായിരുന്നു. ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ മാവ് തുറന്ന വഴിക്ക് മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരികയായിരുന്നു ഈ പുഴു. നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭയോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ക്ലിയർ ആയിട്ട് കൊടുക്കുക, അല്ലാണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അവർ പറയുമ്പോൾ പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അതാണ് നമുക്ക് ഇന്നലെ ഭയങ്കര വിഷമമായി. നമ്മൾ തിരിച്ചു വന്ന് സംസാരിച്ചവരെടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ വളരെ മോശമായ ഒരു പ്രതികരണമാണ് അവരിൽ നിന്ന് കിട്ടിയത്. ഇത് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ട് ജെന്യൂനായിട്ട് പർപ്പസ്ഫുള്ളി അല്ലാത്തൊരു പരാതി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കട ഉടമകൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക, അതായത് തിളച്ച എണ്ണയിലിട്ട മുട്ട ബജ്ജിയിൽ ഒരു കാരണവശാലും പുഴു ഉണ്ടാകത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബജ്ജിയിൽ എന്ന് പറഞ്ഞാൽ ബജ്ജിയിൽ ഉണ്ടാവില്ല, പക്ഷേ മുട്ടകളുള്ളതാണ്. അത് അത്രയും ടൈം പൊളിക്കുന്ന ടൈമിൽ ആ സാധനം ആക്റ്റീവായിട്ട് പുഴു വരുന്ന കറക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുളിമരം കടപുഴകി വീണ് കോട്ടായി കുഴൽമന്ദം റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ കോട്ടായി ജംഗ്ഷന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:10 വലിയ പുളിമരം പാതയിലേക്ക് വീണത്. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒഴിവായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ജനറൽ ഇൻഷുറൻസ് മേഖലയെ തകർക്കുന്ന മനോഭാവം തിരുത്തണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. മാറിയ കാലത്ത് മനുഷ്യജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമാക്കാൻ, സുരക്ഷിതമാക്കാൻ, സമാധാനവും ക്ലേശവുമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തെയാണ്, രാജ്യത്തെയാണ് ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുക, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ PK ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുമാർ അനുശോചന പ്രമേയവും സംസ്ഥാന ജനറൽ കൺവീനർ
റോയ് ജോൺ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് കൺവീനർ വർദ്ധൻ പുളിക്കൽ, വർഗീസ് റാന, എ ജയൻ, വിൻസെന്റ് ഇഗ്നേഷ്യസ്, MS പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 6 പതിറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി പഞ്ചായത്തിലെ ആദ്യ ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ നികത്തിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ കിണർ നികത്തിയ സ്ഥലത്ത് കൊടിനാട്ടി. കോട്ടായി പഞ്ചായത്ത് രൂപീകരണ കാലം മുതലുള്ള 6 പതിറ്റാണ്ടിൽ കൂടുതൽ പഴക്കമുള്ള പഞ്ചായത്തിലെ ആദ്യകാല ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പിംഗ് കിണർ നികത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കിണർ നികത്തിയ സ്ഥലത്ത് കോൺഗ്രസ് പതാക സ്ഥാപിച്ചു. തണ്ണീർത്തട സംരക്ഷണ നിയമം നിലനിൽക്കെ ചരിത്ര സ്മാരക പ്രാധാന്യം കൂടിയുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ മണ്ണിട്ട് നികത്തിയത് ചരിത്ര നിഷേധമാണെന്നും കോൺഗ്രസ് പറഞ്ഞു. പ്രതിഷേധ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കാണിച്ചത് ചരിത്രത്തോളം പഴക്കമുള്ള ഈ കിണറാണ് കോട്ടായി ജനതയെ ഒരു കാലത്ത് ദാഹമകറ്റിയിരുന്ന ഒരു കിണറാണ്. ആ കിണറിനെ മൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മഴവെള്ളം വീണാൽ പോലും എല്ലാ സർക്കാർ ഓഫീസുകളിലും അത് സംഭരിക്കുവാനുള്ള ജലസംഭരണികൾ നിർബന്ധമാക്കിയ നമ്മുടെ സർക്കാർ, അതായത് കാലാകാലങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വറ്റിപ്പോകുന്ന ജലസ്രോതസ്സുകളെ സമൃദ്ധമാക്കാനും അതുപോലെയുള്ള ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുമായ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ തന്നെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-കാർ തന്നെ ഈ കോട്ടായിന്റെ ചരിത്രമുറങ്ങുന്ന ആ പഞ്ചായത്ത് കിണർ മൂടിയത് ധിക്കാരം എന്ന വാക്കല്ലാതെ അതിന് മറ്റൊന്നും പറയാനില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കിണർ നികത്തിയ സ്ഥലത്തെത്തി തിരിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സെക്രട്ടറി PR രമേശ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമെന്ന പ്രചരണവുമായി നാട്ടിൽ വേരുറപ്പിച്ച മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ കൊള്ള സംഘങ്ങളായി മാറിയെന്ന് ജനകീയ ജനാധിപത്യ മുന്നണി. പാലക്കാട് ജില്ലയിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പീഡനത്തിൽ മനം നൊന്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ 20-ലേറെ പേർ ആത്മഹത്യ ചെയ്തതായി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് മൈക്രോ ഫിനാൻസ് ഗുണ്ടകൾ പിടിമുറുക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് പൊതുവിപത്തായി. പോലീസ് സംവിധാനം ഉൾപ്പെടെ ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. റിസർവ് ബാങ്കിൻ്റെയോ സർക്കാരിൻ്റെയോ നിയമപരമായ യാതൊരു രജിസ്ട്രേഷനുമില്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ചിറ്റൂർ താലൂക്ക് ആസ്ഥാനമായി മാത്രം 45-ൽ പരം സ്ഥാപനങ്ങൾ പല പേരുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാനായി കൊഴിഞ്ഞമ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ജൂലൈ 31-ന് വൈകിട്ട് 4:30-ക്കാണ് സംഗമം. മൈക്രോ ഫിനാൻസ് പലിശക്കെണിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന പ്രസീത സുമേഷിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സംഗമമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പലിശ കൊലകളുടെ ഒരു വ്യാപനം തടയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഇതിനകം ആത്മഹത്യ ചെയ്യപ്പെട്ടു. വാസ്തവത്തിൽ നമ്മൾ ആത്മഹത്യ എന്ന ലാഘവത്തോടെ പറയുമ്പോഴും അതൊരു പലിശ കൊലയായിട്ടാണ് ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ചിറ്റൂർ പ്രദേശങ്ങളിൽ ആത്മഹത്യ ചെയ്തവർ ഒക്കെ തൂങ്ങി മരിക്കുകയും വിഷം കഴിക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പോൾ ചിറ്റൂർ തന്നെ വാൽമുട്ടിയിലുള്ള ഒരു പാണ സമുദായക്കാരൻ ഇല്ലേ, ജയകൃഷ്ണൻ, ഒരു ചെറിയ പൈസ തിരിച്ചടയ്ക്കാൻ വകയില്ലാതെ വരികയും ഈ പലിശ സംഘങ്ങൾ അവരുടെ വീട്ടിൽ കയറി അവിടെ കണ്ട് കുടിയിരിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തികേട് കൊണ്ട് അവരവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് വീട്ടിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിക്കുന്നത്. വടവല്ലൂര് ഞങ്ങള് മരിച്ച ആത്മഹത്യ ചെയ്ത വീട്ടിലേക്ക് പോയപ്പോൾ ശ്രീലത ലത ഒരു കൊല്ലത്തറ ആണ്. വളരെ ദരിദ്രരായിട്ടുള്ള ഒരു ഷീറ്റ് മേഞ്ഞ പെരയിടത്തിലാണ് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എടുത്ത പൈസ. ഇതിന്റെ ക്യാൻസർ രോഗത്തിന്റെ വേദനയേക്കാൾ ഭീകരമായിരുന്നു ഇവരുടെ ഈ പലിശ സംഘങ്ങളുടെ ഭീഷണിയും. വാർത്താസമ്മേളനത്തിൽ വിളയോടി ശിവൻകുട്ടി, ദിലീപ് ചിറ്റൂർ, രാജൻ പുലിക്കോട്, പ്രസീത സുമേഷ്, നിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അർജുനു വേണ്ടി ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുന്നത് പോലെ അധ്യാപകനായ മുഹമ്മദ് അലിയുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് കണ്ണിമച്ചിമാതെ കാത്തിരിക്കുകയാണ് കോതക്കുറിശ്ശിയിലെ ഒരു കുടുംബം. 2 മാസം മുമ്പ് കാണാതായ മുഹമ്മദ് അലിയെ തേടി ബന്ധുക്കൾ മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ ജൂൺ 7 കാണാതായ മുഹമ്മദ് അലി തിരിച്ചുവരുന്നതും കാത്ത് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഈ കുടുംബം. 47-കാരനായ മുഹമ്മദ് അലി കഴിഞ്ഞ 11 വർഷമായി എറണാകുളത്തെ മട്ടാഞ്ചേരി പനയപ്പിള്ളി MMOV ഹൈസ്കൂളിലെ അധ്യാപകനാണ്. 8 വർഷത്തോളം താൽക്കാലിക ജീവനക്കാരനായിരുന്നു. 3 വർഷം മുമ്പാണ് ജോലിയിൽ സ്ഥിരപ്പെടുന്നത്. തോപ്പുംപടിയിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന മുഹമ്മദ് അലി എല്ലാ വെള്ളിയാഴ്ചകളിലും നാട്ടിലെത്തുമായിരുന്നു. തിങ്കളാഴ്ച തിരികെ മടങ്ങും. പക്ഷേ ഇക്കഴിഞ്ഞ ജൂൺ മാസം 7 വെള്ളിയാഴ്ച മുഹമ്മദ് അലി വീട്ടിലെത്തിയില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും മുഹമ്മദ് അലിയെ ലഭ്യമായില്ല. പതിവ് തെറ്റിയപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങി. മുഹമ്മദ് അലിക്ക് വേണ്ടി ബന്ധുക്കളും പോലീസും അന്വേഷിക്കാത്ത ഇടങ്ങളില്ല. ജൂൺ 7 രാവിലെ മുഹമ്മദ് അലി വാടക വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വീട്ടുടമ കണ്ടിരുന്നു. പതിവ് പോലെ ഇയാൾ സ്കൂളിലേക്കാകുമെന്നാണ് കരുതിയത്. അന്വേഷിച്ചപ്പോഴാണ് അന്ന് മുഹമ്മദ് അലി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നറിയുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതുമെല്ലാം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം ഒടുവിലെത്തിയത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. മുഹമ്മദ് അലിയുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ അവിടെ നിന്ന് ചെന്നൈക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. പ്ലാറ്റ്ഫോമിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ ചെന്നൈക്കുള്ള ട്രെയിനിനടുത്തേക്ക് മുഹമ്മദ് അലി നീങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടു. പിന്നീട് പോലീസ് ബന്ധുക്കളെയും കൂട്ടി ചെന്നൈയിലെത്തി. അവിടെയുള്ള അന്വേഷണത്തിൽ മുഹമ്മദ് അലി ചെന്നൈയിൽ ഇറങ്ങിയതായി കണ്ടെത്താനായില്ല. തുടർച്ചയായ പോലീസിൻ്റെ അന്വേഷണം 1 മാസം പിന്നിട്ടപ്പോഴാണ് സേലം റെയിൽവേ സ്റ്റേഷനിൽ മുഹമ്മദ് അലി ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടത്. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്ററോളം ദൂരത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു അതെന്ന് ഭാര്യ അൻസിയ പറഞ്ഞു. സമീപത്തെ കടകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം CCTV ദൃശ്യങ്ങൾ തിരഞ്ഞെങ്കിലും 1 മാസം മുമ്പുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. ഫോണും ATM കാർഡും പണവുമെല്ലാം വീട്ടിലെ മുറിയിൽ ഭദ്രമായി വെച്ചാണ് മുഹമ്മദ് അലി വീട് വിട്ടിറങ്ങിയിരിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചപ്പോൾ 1500 രൂപ മാത്രം പിൻവലിച്ചിട്ടുണ്ട്. ശമ്പളവും ബാക്കി തുകയുമെല്ലാം അക്കൗണ്ടിൽ ഭദ്രമാണ്. വീട് വിട്ടിറങ്ങേണ്ട യാതൊരുവിധ സമ്മർദ്ദവും ബുദ്ധിമുട്ടുകളും മുഹമ്മദ് അലിക്കില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജോലിയിടങ്ങളിലെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 4 മക്കളും അതേപോലെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. അദ്ദേഹത്തിന് കാണാത്തതിൽ ഏറെ വിഷമിച്ച് കാത്തിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു വിഷമം എന്നുള്ളത് ഫോൺ എടുത്തിട്ടില്ല. ഫോണും അതുപോലെ ATM കാർഡും എല്ലാം റൂമിലാണ് വെച്ചിട്ടുള്ളത്. പോകുമ്പോൾ വെറും ഒരു 1500 രൂപ ATM നിന്ന് പിൻവലിച്ചതായിട്ട് കാണുന്നുള്ളൂ. കാശ് അധികമില്ല. ബാക്കി സാലറി എമൗണ്ട് എല്ലാം ബാക്കി അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ കാശ് അധികം എടുത്തിട്ടില്ല. പിന്നെ കാര്യമായ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാര്യമായ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നതാണ് അറിയാത്തത്. അദ്ദേഹം മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എങ്ങോട്ട് ഇറങ്ങിപ്പോയി, എന്തിനാണ് പോയത് എന്ന ചോദ്യം മാത്രമാണ് ബന്ധുക്കൾക്ക് മുന്നിലുള്ളത്. 80-കാരനായ റിട്ടയർഡ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് മൊയ്തീനും മാതാവ് നഫീസയും അധ്യാപികയായ ഭാര്യ അനസിയയും 4 മക്കളും മുഹമ്മദ് അലിയുടെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ് കുടുംബം. പക്ഷേ സേലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയാൽ മുഹമ്മദ് അലിയെ കണ്ടെത്താനാകുമെന്നാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തൃപ്തികരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നൈയിൽ പോയി അന്വേഷിച്ചു. പിന്നെ 2ാമത്തെ പോക്ക് പിന്നെ സേലത്ത് ഇറങ്ങിയിരിക്കുന്നു ആളെന്ന് കണ്ടു. അപ്പോൾ അവരുടെ അന്വേഷണത്തെ കുറിച്ച് നമുക്ക് മോശപ്പെട്ട അഭിപ്രായമില്ല ഈ നിലവിൽ. പക്ഷേ ഇതൊരു പിന്നെ ക്രിമിനൽ കേസോ അങ്ങനെയുള്ള കേസുകളൊന്നും അല്ലാത്തൊരു മിസ്സിംഗ് കേസ് എന്നുള്ള നിലക്കുള്ള ലാഗിങ് കുറച്ചുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം മുൻകൈയെടുത്തുകൊണ്ട് സേലത്ത് ഇറങ്ങി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് CCTV ദൃശ്യങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യം ഇതാണ്. സേലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് സേലത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അവിടുത്തെ പോലീസുകാരുമായിട്ട് സഹകരിച്ച് ഉള്ളൊരു അന്വേഷണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമസ്ത ഒറ്റപ്പാലം മേഖലാ നേതൃത്വ സംഗമം പത്തിരിപ്പാലയിൽ നടന്നു. SYS ജില്ലാ പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. TP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. GM സലാഹുദ്ദീൻ വല്ലപ്പുഴ വിഷയം അവതരിപ്പിച്ചു. PK ഇമ്പിച്ചിക്കോയ തങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു.
മുഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞി മുഹമ്മദ് ഫൈസി, അക്ബർ ഫൈസി, അഷ്കർ ലക്കിടി, ഹംസ ലത്തീഫി, റഫീഖ് ലക്കിടി എന്നിവർ പ്രസംഗിച്ചു. ഈ 10 വർഷങ്ങൾക്കിടയിൽ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് വേളകളിലും അല്ലാത്ത വേളകളിലും സർക്കാരുകളെ ചില കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും പുകഴ്ത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യൽ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു പത്രം എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്നും ഭയപ്പെടാതെ സമസ്തയും സുപ്രഭാതവും ശക്തമായി, അത് ഭരിക്കുന്നവരാണെങ്കിലും ഭരിക്കാത്തവരാണെങ്കിലും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി PM യൂസഫ് സ്വാഗതവും മുഷ്താഖ് നന്ദിയും പറഞ്ഞു. മേഖലയിലെ വിവിധ പള്ളികളിൽ നിന്നായി 100-ലേറെ ഭാരവാഹികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി സൗത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് M. രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. KSSPU പട്ടാമ്പി ബ്ലോക്ക് ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ് യൂണിയൻ പട്ടാമ്പി സൗത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് M. രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയാം. ഇന്ത്യയുടെ മഹത്വം നാനാത്വത്തിൽ ഏകത്വമാണ്. നാനാജാതി മതസ്ഥര്, ഭാഷ വേറെ, വേഷം വേറെ, അങ്ങനെ പല ജാതി, പല മതങ്ങളുണ്ട്, പല ജനങ്ങളുണ്ട്, പലരും ഒത്തുചേർന്ന് പരിചരിക്കുന്ന നാട് എല്ലാം നമ്മൾ പറയുന്ന അതുപോലെ KSSPUവും പല രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒത്തുചേർന്ന ഒരു ശക്തമായ സംഘടനയാണ്. കൺവെൻഷനിൽ 80 വയസ്സ് പൂർത്തിയായ പെൻഷൻകാരെ ആദരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പെൻഷനേഴ്സ് അംഗങ്ങളുടെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജീവിതശൈലി രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മുഹമ്മദ് സലീം ക്ലാസ് എടുത്തു. പുതുതായി അംഗത്വമെടുത്ത പെൻഷൻകാർക്ക് സ്വീകരണം നൽകി. ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ, AS വിജയൻ, M. കമലം, AP രവീന്ദ്രനാഥ്, PP അമ്മുകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജൂലൈ 7-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അനുഗ്രഹ ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കാർഗിൽ ദിനം ആഘോഷിച്ചു. എടത്തറ ഡിഫൻസ് ടീം പ്രസിഡന്റ് മേജർ P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സഖ്യം ലീഡർ അതുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ KM രമേശ്, ഹെഡ്മിസ്ട്രസ് M. സൗമ്യ, PS ഗ്രീഷ്മ, PM സൗമ്യമോൾ, നൈറ്റ് സുബൈദാർ ജനാർദ്ദനൻ, ഓണററി ക്യാപ്റ്റൻ കൃഷ്ണൻകുട്ടി, ഹവിൽദാർ കേശവദാസൻ, ഹവിൽദാർ ചന്ദ്രൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ഭരണാനുകൂല സംഘടനകളും സമരരംഗത്ത്. പാലക്കാട്ട് KSTA, AKSTU സംഘടനകളുടെ മാർച്ചും ധർണയും. പൊതുവിദ്യാഭ്യാസ രംഗം ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് 2ാം പിണറായി സർക്കാരെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 2ാം പിണറായി സർക്കാർ മോശമാണെന്ന ഇടതുവിരുദ്ധ സംഘടനകളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ആസൂത്രിതമായ കുപ്രചരണം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെന്നും EN സുരേഷ് ബാബു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവിറക്കുകയും നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയുടെ ശാപമായി മാറിയെന്ന് AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PM ആശിഷ് മാസ്റ്റർ. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമം. ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് ചിയാരം ഗോസായിക്കുന്ന് സ്വദേശി ഷാനവാസ് ഷംസുദ്ദീൻ. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മുട്ടബജിയിൽ ജീവനുള്ള പുഴു. നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ നിലയിലെന്ന് നാട്ടുകാർ. നഗരസഭയോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആക്ഷേപം. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമെന്ന പ്രചരണവുമായി നാട്ടിൽ വേരുറപ്പിച്ച പല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും കൊള്ളസംഘങ്ങളായി മാറിയെന്ന ജനകീയ ജനാധിപത്യ മുന്നണി. ഇത്തരം സ്ഥാപനങ്ങളുടെ പീഡനത്തിൽ മനം നൊന്ത് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 20-ലേറെ പേർ. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.